മുൻപൊക്കെ ഡ്രീം ഇലവനിൽ 10,000-ൽ മുകളിൽ പൈസ വിഡ്രോ ചെയ്യുമ്പോഴാണ് ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം 10,000 അല്ല, വെറും 100 രൂപ കിട്ടിയിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ പോലും ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഈ 30% ടാക്സ് എന്നതിന് പകരം 0% ടാക്സിൽ നമുക്കിത് വലിക്കാൻ പറ്റും. 100 രൂപയാണ് വലിക്കേണ്ടതെങ്കിൽ 100 രൂപയും വലിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഇപ്പം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. കൂടാതെ പലർക്കും ഡൗട്ടാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ ടാക്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത്? 30% എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും 30% അല്ലല്ലോ. ഇപ്പം 100ൻ്റെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 രൂപയാണ്. പക്ഷേ എപ്പോഴും 30 അല്ല കുറയ്ക്കുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30% അല്ലെങ്കിൽ ഈ ടാക്സും സംഭവങ്ങളൊക്കെ കണക്ക് കൂട്ടുന്നത്? അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. എന്താണ് ഈ TDS, എന്തൊക്കെയാണ് GST പ്രശ്നങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഡെപ്പോസിറ്റും വിഡ്രോവലും ബേസ് ആയിട്ടുള്ള ഈ ടാക്സുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നൈസായിട്ട് പറഞ്ഞുതരാം. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏപ്രിൽ 1 പുതിയൊരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു. അതിന് എൻഡ് ചെയ്യണമെങ്കിൽ അടുത്ത വർഷം മാർച്ച് 31 ആവണം. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. അത് അവിടെ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളതാണ്. വിഡ്രോവലിൻ്റെ കേസിലാണ് ഇപ്പം ഒരുപാട് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ക്യാഷ് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ സംസാരിക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 500 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 500 തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുക. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. 500 ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 28% GST എന്ന് പറഞ്ഞിട്ട് പോവും. ഈ 28% കുറച്ചതിന് ശേഷമേ ബാക്കി വരുന്ന എമൗണ്ടേ നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് വരുള്ളൂ. അതായത് 100 രൂപ നമ്മൾ ഇടുകയാണെങ്കിൽ 28 രൂപ GST ആയിട്ട് പോകും. ബാക്കി വരുന്ന 72 രൂപയാണ് നമുക്ക് കളിക്കാനായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടക്കുക. അത് പുതിയൊരു GST നിയമമാണ്. ഡെപ്പോസിറ്റിൽ ഇങ്ങനൊരു നിയമം ഉള്ളതുകൊണ്ട് അവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ചെയ്തൊരു പരിപാടി ഉണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യും, അത് വിഡ്രോ ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും, വിഡ്രോ ചെയ്യും. ആ പരിപാടി അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഓരോ തവണ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും 28% ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുകയാണ്. സോ ആ പരിപാടി നമ്മൾ നിർത്തുക. നിങ്ങളിപ്പം മാസമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓൾറെഡി അവിടെ കുറച്ച് ക്യാഷ് വെക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ 1000 രൂപയ്ക്ക് നിങ്ങൾ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 1000 രൂപയ്ക്ക് പല മാച്ചുകളിൽ ചേരാം എന്നൊരു ലക്ഷ്യത്തിലാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ 1000 രൂപ അങ്ങ് ഇടുക. ഈ 1000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കളികൾ കളിക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യത്തിൽ അതങ്ങ് ഇടുക. പിന്നെ ഒരു ക്യാഷ് ആഡ് ചെയ്യുന്ന പരിപാടി ഇല്ല. കാരണം ക്യാഷ് ഇങ്ങനെ ആഡ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ 28% അങ്ങ് കൊണ്ടുപോവുക. സോ ആ പരിപാടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മളൊരു ഫിക്സഡ് ആയിട്ട് വെക്കുന്ന പോലെ കുറച്ച് പൈസ നമുക്ക് കളിക്കാൻ വേണ്ടി അവിടെ മാറ്റി വെക്കണം. സോ ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഡെപ്പോസിറ്റിൽ 28% എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന പൈസയിൽ നിന്ന് ജസ്റ്റ് 28%. അപ്പോൾ കാൽക്കുലേഷൻ അവിടെ കഴിഞ്ഞു. പക്ഷേ ഡെപ്പോസിറ്റ് പോലെയല്ല വിഡ്രോവലിന് നമ്മൾ വിഡ്രോ ചെയ്യുന്നതിൻ്റെ 30% അല്ല മൈനസ് ചെയ്യുക. ഏത് നിന്നാണ് 30% നോക്കുക? പറഞ്ഞുതരാം. ഒരു ടാക്സബിൾ എമൗണ്ട് ഉണ്ട്. ആ ടാക്സബിൾ എമൗണ്ട് ഓരോ വിഡ്രോലിനും ഓരോ തരത്തിലായിരിക്കും. ഇപ്പം 20,000 രൂപ ഞാൻ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനൊരു ടാക്സബിൾ എമൗണ്ട് ഉണ്ട്. ആ ടാക്സബിൾ എമൗണ്ടിൻ്റെയാണ് 30%. സോ എന്താണ് ടാക്സബിൾ എമൗണ്ട്? എങ്ങനെയാണ് ടാക്സബിൾ എമൗണ്ട് കാണുന്നത്? ടാക്സബിൾ എമൗണ്ടിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A - B - C - E ആണ്. എന്താണ് A, എന്താണ് B, എന്താണ് C, എന്താണ് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാവും. A എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നിന്ന് ബിയും സിയും ഇയും ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഈ A എന്ന് പറയുന്ന സാധനം എന്താണ്? അത് നോക്കുകയാണെങ്കിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വിഡ്രോവൽസ് ആണ്. ഒരു എക്സാമ്പിൾ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. മനസ്സിലാവാത്തൊരു ഒന്ന് ക്ഷമിച്ച് കേട്ട് നിന്നാൽ മതി. പിന്നെ B ആണ് ടോട്ടൽ ഡെപ്പോസിറ്റ് ആണ്. ഞാൻ എത്രയാണ് നമ്മളെ ഡ്രീം ഇലവനിൽ ടോട്ടലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അത്ര തന്നെ. C എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് പ്ലസ് വിന്നിങ്സ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? ഏപ്രിൽ 1 ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഈ ഏപ്രിൽ 1 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രീം ഇലവൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അതായത് ആ ബാലൻസ് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയും വിന്നിങ്സും രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. അതായത് ഏപ്രിൽ 1 നോക്കുമ്പോൾ 3000 ആണ് എൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എങ്കിൽ അതിനെയാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. പിന്നെ E എന്ന് പറയുന്നത് എമൗണ്ട് ഓൺ വിച്ച് TDS വാസ് ഡിഡക്റ്റഡ്
ടിൽ ഡേറ്റ്. അതായത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ഒരു TDS എമൗണ്ട് കണ്ടെത്തിയല്ലോ, ആ എമൗണ്ട് ഏതിൽ നിന്നാണ് കുറച്ചത്? ഒരു ടോട്ടൽ ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടെത്തിയല്ലോ, ആ എമൗണ്ട് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇത് കുറേ മിനിറ്റ് നീളാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് കാണാണ്ട് വെറുതെ വൃത്തിയില്ല. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു 3000 രൂപ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാളുടെ കയ്യിൽ 3000 രൂപയാണ് അയാളുടെ ബാലൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് പ്ലസ് വിന്നിങ്സ് ഉള്ളത്. അപ്പോൾ അയാൾ ഫസ്റ്റ് വിഡ്രോയിൽ നടത്താൻ പോവുകയാണ്. 20,000 രൂപയാണ് ഫസ്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാൾക്ക് എത്ര രൂപ മൈനസ് ആവുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഈ TDS പരിപാടി, ടാക്സ് പരിപാടിയിലൂടെ എത്ര രൂപ അയാൾക്ക് മൈനസ് ആയിട്ട്, എത്ര രൂപ കയ്യിൽ വിഡ്രോൽ ആയിട്ട് കിട്ടുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അയാളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്താ? അയാളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് അയാൾ 10,000 ആണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് വിഡ്രോവൽ എന്ന് പറയുന്നത് 20,000 ആണ്. പിന്നെ എന്താണ്? കറന്റ് വിന്നിങ്സ് ആണ്. കറന്റ് വിന്നിങ്സ് എന്ന് പറയുന്നത് അയാൾക്ക് 35,000 ആണ്. അതായത് അയാളുടെ ഡെപ്പോസിറ്റ് 10,000 ആണ്, വിന്നിങ്സ് 35,000 ആണ്. പിന്നെ അയാളിപ്പോൾ വിഡ്രോ ചെയ്യാൻ പോകുന്നത് 20,000 ആണ്. അത്രേ പറഞ്ഞുള്ളൂ. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയും സിയും ഇയും മൈനസ് ചെയ്യുക. എന്താണ് ടോട്ടൽ വിഡ്രോവൽ? അപ്പോൾ ഇയാളെ കേസിൽ ടോട്ടൽ വിഡ്രോവൽ എത്രയാ? ആകെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് വിഡ്രോവൽ ആണ്. സോ ആകെ 20,000 അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 20,000 മൈനസ് പിന്നെന്താണ്? ടോട്ടൽ ഡെപ്പോസിറ്റ് ആണ്. ടോട്ടൽ ഡെപ്പോസിറ്റ് എത്രയാ? ഇയാൾ ആകെ 10,000 ഈ വർഷം ചെയ്തിട്ടുള്ളൂ. പിന്നെ അതേ മൈനസ് ഓപ്പണിംഗ് ബാലൻസ്. ഇയാളുടെ ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? 3,000 ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നത് TDS എമൗണ്ട് എന്താ പറയുക, ഇതുവരെ ഒരു പരിപാടിയും ചെയ്യാത്തതുകൊണ്ട് അത് അവിടെ സ്റ്റക്കാണ്. അത് 0 ആണ്. കാരണം ഫസ്റ്റിൽ TDS പരിപാടി ഒന്നും വരുന്നില്ല. ആ ടാക്സ് കണ്ട് ടാക്സ് മൈനസ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, ഇതല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത സെക്കൻഡ് വിഡ്രോവൽ അത് വരും, ഫസ്റ്റിൽ വരില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ സെക്കൻഡിലേക്ക് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാവും. സോ അപ്പോൾ നമുക്കൊരു ടാക്സബിൾ എമൗണ്ട് കിട്ടും. ടാക്സബിൾ എമൗണ്ട് എത്രയാണ് കിട്ടുന്നത്? എ എന്ന് പറയുന്നത് 20,000 ആണ്. 20,000 മൈനസ് 10,000, പിന്നെ അപ്പോൾ എത്ര കിട്ടും? 10,000 കിട്ടും. ആ 10,000 ഒരു 3,000 കൂടി മൈനസ് ചെയ്യുമ്പോൾ 7,000 ആണ് നമ്മളെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞ എമൗണ്ട് കിട്ടുക. ഈ ടാക്സബിൾ എമൗണ്ട് അതിൻ്റെ 30% നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകുന്ന 20,000 നിന്ന് മൈനസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് എത്രയാണ് കിട്ടുന്നത്? 7,000. 7,000ൻ്റെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,100, 2,100. സോ നമുക്ക് മൈനസ് ചെയ്യേണ്ട ടാക്സ് കിട്ടിയിട്ടുണ്ട്. ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 2,100 ആണ്. അപ്പോൾ അത് നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകുന്ന 20,000 നിന്ന് മൈനസ് ചെയ്താൽ 17,900 ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ മനസ്സിലാവാത്തത് മേ ബി രണ്ടാമത്തെ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് രാജ് എന്ന് പറഞ്ഞ ഒരാൾ 20,000 രൂപ വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. അയാളുടെ ഫസ്റ്റ് വിഡ്രോവലാണ്. അപ്പം അയാൾക്ക് എത്ര ടാക്സ് ആണ് മൈനസ് ആയി പോവുക? അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത്, ഇതേ രാജ് സെക്കൻഡ് വിഡ്രോവൽ നടത്താൻ പോവുകയാണ്. അപ്പോൾ ഇതും കൂടി കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ആ സെക്കൻഡ് വിഡ്രോവൽ നടത്തുമ്പം അയാൾക്ക് സെക്കൻഡ് വിഡ്രോവൽ എത്ര പൈസയാണ് ടാക്സ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്രാവശ്യം അയാൾ 15,000 അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം വിഡ്രോ ചെയ്യാൻ പോകുന്നത് 20,000 അല്ല, 10,000 ആണ്. അപ്പോൾ അയാളുടെ ഓപ്പണിംഗ് ബാലൻസ് എന്താ പറയുക? സെയിം. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് പോവാം. എ മൈനസ് ബി മൈനസ് സി മൈനസ് ഇ ആണ്. അപ്പം ഇവിടെ ടോട്ടൽ വിഡ്രോൾസ് എന്താ? അതായത് എ എന്താണ്? 10,000 ആണോ? അല്ല, 10,000 എന്ന് പറയുന്നത് ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ പോകുന്നതാണ്. 10,000 പ്ലസ് ഫസ്റ്റ് വിഡ്രോ ചെയ്ത ഏതാ? 20,000. അപ്പോൾ 10,000 പ്ലസ് 20,000. ഇയാളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്താ? 25,000 ആണ്. എങ്ങനെയാണ്? 10,000 ആദ്യത്തെ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം 15,000 ഡെപ്പോസിറ്റ്. അപ്പോൾ 25,000 ആണ് ഇയാളുടെ ഡെപ്പോസിറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ 3,000 ഓൾറെഡി ആദ്യ ഓപ്പണിംഗ് ബാലൻസ് 3,000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് 3,000. പിന്നെ ഉള്ളത് എമൗണ്ട് ഓൺ വിച്ച് TDS വാസ് ഡിഡക്റ്റഡ് ടിൽ ഡേറ്റ്. അതായത് ലാസ്റ്റ് നമ്മൾ ഒരു TDS പെർസെൻറ്റേജ് ഒക്കെ കണ്ടത് എവിടുന്ന? ടാക്സബിൾ എമൗണ്ട് 7,000 ആയിരുന്നു, അതിൽ നിന്നാണ്. അപ്പോൾ ആ 7,000 അവിടെ കൊടുക്കുന്നു. ഇവിടെ അപ്പം ടാക്സബിൾ എമൗണ്ട് എത്രയാണ് വരുന്നത് നോക്കാം. 30,000 മൈനസ് 25,000, അപ്പോൾ 5,000 വരുന്നത്. 5,000 മൈനസ് 3,000 എന്തായി? 2,000 വരുന്നത്. 2,000 മൈനസ് 7,000 എന്തായി? മൈനസിലേക്കാണ് പോകുന്നത്. അതായത് ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ടാക്സബിൾ എമൗണ്ട് 0 അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് 0 ആവുകയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമ്പിളിൽ 0 അല്ല. എന്തുകൊണ്ട് ഇവിടെ 0 ആയി? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്യാഷ് എമൗണ്ട് ആഡ് ചെയ്യുന്നത് 15,000 ആണ്. പക്ഷെ നമ്മളിവിടെ വിഡ്രോ ചെയ്യുന്നത് 10,000 ആണ്. അതായത് നമ്മളാ ഡെപ്പോസിറ്റിനെക്കാട്ടും കുറവാണ്. അങ്ങനെ ഡെപ്പോസിറ്റിനെക്കാട്ടും കുറവ് വരുമ്പം 0% ആയിരിക്കും നമ്മുടെ ഈ ടാക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 10,000 വിഡ്രോ ചെയ്താൽ 10,000 തന്നെ കിട്ടും. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ ഒരു നഷ്ടമാണ് ഉണ്ടാവുന്നത്, ലാഭമല്ല നഷ്ടമാണ് ഉണ്ടാവുന്നതെങ്കിൽ അവർ ടാക്സും പരിപാടിയും ഒന്നും എടുക്കില്ല എന്നാണ് അവിടെ കാണിക്കുന്നത്. 3,000 ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, 0 ആണെങ്കിൽ 0 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ.
ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ 0 ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. എന്തായാലും മെയിനായിട്ട് ഈ കാര്യം ഓർത്ത് വെച്ചോ. 15,000 ആഡ് ചെയ്തിട്ട് നമുക്ക് 15,000 ഒന്നും കിട്ടിയില്ല, നമ്മൾ 10,000 ആണ് വലിക്കുന്നതെങ്കിൽ ടാക്സ് കൂട്ടില്ല. ഓക്കെ. പിന്നെ പറയുന്നത് പ്രിയങ്ക ഡിഡിൻ ഡെപ്പോസിറ്റ് എനി മണി ആൻഡ് നൗ മേക്സ് ദ സെക്കൻഡ് വിഡ്രോവൽ ഓഫ് 7,000. മുകളിലൊരു എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ സ്കിപ്പ് ചെയ്ത എക്സാമ്പിൾ. ആ സ്കിപ്പ് ചെയ്ത എക്സാമ്പിളിൽ 15,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 10,000 വിഡ്രോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ടാക്സ് കൂട്ടൂലല്ലോ. പക്ഷേ ബാക്കി മേ ബി ഒരു 5,000 ഉണ്ടാവുമായിരിക്കും. എന്തായാലും പുള്ളിക്കാരത്തിക്ക് ഒരു ഡെപ്പോസിറ്റിൻ്റെ ആവശ്യം ഇല്ലാണ്ട് തന്നെ പുള്ളിക്കാരത്തി പൈസ ഏൺ ചെയ്തു, എന്നിട്ടൊരു 7,000 വിഡ്രോ ചെയ്യാൻ പോവാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് പോവാം. പ്രീവിയസ് വിഡ്രോൾസ് എന്താണെന്ന് നോക്കാം. വെറും 10,000 ആണ്. പിന്നുള്ളത് ടോട്ടൽ ഡെപ്പോസിറ്റ് ആണ്, അത് 15,000. അതാദ്യം ചെയ്തതാണ്, വേറെ ഒന്നും ചെയ്തില്ല പുള്ളിക്കാരത്തി. ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ പോകുന്നത് 7,000 ആണ്. ഈ 15,000 നിന്ന് 10,000 വിഡ്രോ ചെയ്തിട്ട് ബാക്കി 5,000 ആയിരുന്നു. ആ 5,000 എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ചിട്ട് പുള്ളിക്കാരത്തി 7,000 ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്രയാണ് ടാക്സും കാര്യങ്ങളൊക്കെ വരിക നമുക്ക് നോക്കാം. ഇക്വേഷൻ വെച്ച് നോക്കുമ്പം ടോട്ടൽ വിഡ്രോൾസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മൈനസ് ചെയ്യണം. ടോട്ടൽ വിഡ്രോൾസ് എത്രയാണ് വരുന്നത്? 10,000 പ്ലസ് ഇപ്പോൾ കൊടുക്കുന്ന 7,000. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെയ്യാത്തൊരു കാര്യമാണ്. ടോട്ടൽ വിഡ്രോൾസ് മീൻസ് ഫസ്റ്റ് വിഡ്രോയിൽ എത്ര ചെയ്തു? 10,000. സെക്കൻഡ് വിഡ്രോയിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 7,000. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 17,000 ആണ് ടോട്ടൽ വിഡ്രോൾസ് വരുന്നത്. പിന്നെ വരുന്നത് ടോട്ടൽ ഡെപ്പോസിറ്റ് ആണ്. ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 ആണ് വരുന്നത്. കാരണം വേറെ ഒന്നും പുള്ളിക്കാരത്തി ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് 0 ആണ്. എമൗണ്ട് TDS സംഭവം ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം TDS ഒന്നുമില്ല, കാരണം 0 അല്ലേ, അവർക്ക് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് TDS എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അപ്പോൾ എന്താവും? പുള്ളിക്കാരത്തിക്ക് 17,000 മൈനസ് 15,000 അതാണ് ടാക്സബിൾ എമൗണ്ട്. അതായത് ഈ കുറയ്ക്കേണ്ട 30% ഇവിടുന്ന് കിട്ടുന്നത് ടാക്സബിൾ എമൗണ്ട് എന്നാണ്. സോ നമുക്ക് കിട്ടുന്നത് ടാക്സബിൾ എമൗണ്ട് 2,000 ആണ്. 17,000 നിന്ന് 15,000 കുറച്ചിട്ട് ഈ 2,000ൻ്റെ 30% നമ്മുടെ TDS ടാക്സ് എമൗണ്ട്, നമ്മളെ 30% ടാക്സ്. അപ്പോൾ 2,000ൻ്റെ 30% 600. സോ നമ്മൾ വലിക്കാൻ പോകുന്ന 7,000 നിന്ന് 600 മൈനസ് ചെയ്താൽ 6,400 ആണ് നമുക്ക് ബാലൻസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറാൻ, ബാലൻസ് അല്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറാൻ പോകുന്നത്. ഇനി പ്രിയേൻ്റെ അടുത്തൊരു കുറുമ്പ് കൂടിയുണ്ട്. ഇതേ പ്രിയ തന്നെ ഒരു 5,000 പിന്നെ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഈ 5,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ വിഡ്രോയിൽ നടത്താൻ പോവുകയാണ്. എത്രയാണ്? 15,000. 5,000 വെച്ച് 15,000 ഉണ്ടാക്കി പുള്ളിക്കാരത്തി. എനിവേ പുള്ളിക്കാരത്തി 15,000 വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? സെയിം. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇനിയിപ്പോൾ കംപ്ലീറ്റ് ഓപ്പണിംഗ് ബാലൻസ് 0 തന്നെ പ്രിയങ്കേൻ്റെ കാര്യത്തിൽ. അപ്പോൾ പ്രീവിയസ് വിഡ്രോവലോ 17,000. കഴിഞ്ഞ പ്രാവശ്യം 7,000, അതിന് മുന്നത്തെ പ്രാവശ്യം 10,000. അപ്പോൾ 17,000 ആണ് ടോട്ടൽ വിഡ്രോവൽ. അല്ല, പ്രീവിയസ് വിഡ്രോവലാണ്, ടോട്ടലല്ല, ടോട്ടലിലേക്ക് എത്തിയില്ല. പിന്നെ ടോട്ടൽ ഡെപ്പോസിറ്റ് എത്രയാണ് വരുന്നത്? 15,000 പ്ലസ് 5,000. 15,000 ആദ്യം ചെയ്തത്, ഇപ്പോൾ 5,000. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് പോകുന്നു. A മൈനസ് B മൈനസ് C മൈനസ് E. A എന്ന് പറയുന്നത് എന്താണ്? അതിൽ നിന്നാണ് ഇതൊക്കെ മൈനസ് ചെയ്യാനുള്ളത്. A എന്ന് പറയുന്നത് 17,000 പ്ലസ് 15,000. എങ്ങനെയാണ്? 17,000 എന്ന് പറഞ്ഞാൽ ആദ്യത്തത്, ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തത്. അപ്പോൾ ടോട്ടൽ വിഡ്രോൾസ് എന്ന് പറയുന്നത് 32,000 ആണ്. പിന്നെ ടോട്ടൽ ഡെപ്പോസിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 15,000 പിന്നെ 5,000 വേറെ ഒന്നും ഡെപ്പോസിറ്റ് ചെയ്തില്ല പുള്ളിക്കാരത്തി. അപ്പോൾ 20,000 ആണ് ടോട്ടൽ ഡെപ്പോസിറ്റ് വരുന്നത്. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് നമുക്കറിയാം 0. പിന്നെ TDS കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല, അതിന് മുന്നത്തെ പ്രാവശ്യം വന്നില്ല. പക്ഷേ TDS നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. TDS അല്ല ചോദിക്കുന്നത് ആക്ച്വലി. TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ആണ്. TDS നമ്മുടെ 30% സംഭവം. പക്ഷേ ഇവർ ചോദിക്കുന്നത് അവിടുത്തെ ടാക്സബിൾ എമൗണ്ടാണ്. നമ്മൾ TDS എന്തിൽ നിന്നാണ് എടുത്തത്? ആ ഒരു എമൗണ്ടാണ് ചോദിക്കുന്നത്. 600 ഇവിടുന്ന് കിട്ടിയത് 2,000 നിന്നാണ്. അപ്പോൾ നിലവിൽ വേറെ ഒരു TDS പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. ആകെ 2,000 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ 2,000 അവിടെ എഴുതുന്നു. പിന്നെ നമ്മുടെ ഇക്വേഷനിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ 32,000 മൈനസ് 20,000 മൈനസ് 2,000 കൂടിയാണ്. അതായത് 22,000 32,000 നിന്ന് മൈനസ് ചെയ്യുന്നു. 10,000 നമുക്ക് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് കിട്ടുന്നു. ഈ ടാക്സബിൾ എമൗണ്ടിൻ്റെ 30% നമ്മൾക്ക് കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ വലിക്കാൻ പോകുന്ന 15,000 നിന്ന് മൈനസ് ചെയ്യേണ്ടത്. ഈ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. ആ 10,000 നിന്ന് 3,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 12,000 ആണ്. ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈഡിൽ ഞാൻ കൊടുത്തിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് നോക്കുകയും ചെയ്യാം. ഞാൻ പറയുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് വ്യക്തമാവും ചെയ്യുമെന്ന് വിശ്വസിച്ചിട്ടാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റായിട്ട് ചോദിക്കേണ്ടതാണ്. ചിലപ്പം അതിന് വേറെ വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ TDS സംഭവങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാൻ
പറയാനുള്ളത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ വേറൊരു ചോദ്യം വരികയാണ്. ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അവസാനം ഒരു പൈസ അവിടെ കിടക്കുമല്ലോ, ആ പൈസ നിങ്ങൾ വിഡ്രോയേ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ എന്ത് സംഭവിക്കും? അതൊക്കെ ഒരു ഡൗട്ടാണ്. അതുകൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഇവിടെ ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എ മൈനസ് ബി മൈനസ് സി മൈനസ് ഇ ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൻ്റെ കൂടെ പ്ലസ് ഡി എന്ന് പറഞ്ഞൊരു സാധനം കൂടി വരികയാണ്. എ മൈനസ് ബി മൈനസ് സി മൈനസ് ഇ പ്ലസ് ഡി, അതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ് എ? ടോട്ടൽ വിഡ്രോവൽസ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ കംപ്ലീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ കംപ്ലീറ്റ് ആയിട്ട് ടോട്ടൽ വിഡ്രോവൽസ് എത്ര ചെയ്തു, അതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അതിൽ നിന്ന് എന്താണ് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. ടോട്ടൽ ഡെപ്പോസിറ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഡെപ്പോസിറ്റ് ചെയ്ത ടോട്ടൽ ഡെപ്പോസിറ്റ് മൈനസ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിലുള്ള ആ ഒരു ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ അത്. പിന്നെ വരുന്നത് ഇ ആണ്, എമൗണ്ട് ഓൺ വിച്ച് ടി ഡി എസ് ഹാസ് ബീൻ ഡിഡക്റ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ ടി ഡി എസ് സംഭവം നേരത്തെ ഒരു 2000 കിട്ടി അങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നോ? നമ്മൾ ഏതിൽ നിന്നാണ് ഈ ടി ഡി എസ് ടാക്സും സാധനങ്ങളൊക്കെ പെർസെൻറ്റേജ് ആക്കി മാറ്റാൻ പോകുന്നത്? അതായത് ഇപ്പോൾ ഒരു 2000 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ 30% ടാക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. ആ 2000 അങ്ങനത്തെ എത്ര 2000ങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കിട്ടി, അതാണ് ഇ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഡി ആണ്. ഡി ഈസ് ക്ലോസിംഗ് ബാലൻസ്. നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ എത്രയാണ് നമ്മളെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിന്നിങ്സ് അവിടെ കിടക്കുന്നത്, അതിനെയാണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഒരാൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു സാധനം വിഡ്രോ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തില്ല, പക്ഷേ ഡെപ്പോസിറ്റ് 20,000 ഉണ്ട്. അയാളുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 5,000 ആണ്. അയാൾക്ക് ടി ഡി എസ് കാര്യങ്ങൾ സംഭവമൊന്നും കാൽക്കുലേഷൻ ഒന്നും നടന്നില്ല, അത് 0. പിന്നെ ക്ലോസിംഗ് ബാലൻസ് വരുന്നത് പക്ഷേ 30,000 ആണ്. ക്ലോസ് ചെയ്യാൻ നേരം ഇയാൾക്ക് 30,000 ബാലൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു 30,000 നിന്ന് എത്രയാണ് മൈനസ് ആവുക നമുക്ക് നോക്കാം. അതിൻ്റെ അടുത്ത വർഷം കഴിയുമ്പോൾ ഇത്ര ടാക്സ് വെച്ച് വലിക്കും. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 20,000 എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എ മൈനസ് 20,000 എന്ന് പറഞ്ഞാൽ പോയി, അത് കാര്യമില്ല. അതേ മൈനസ് 5,000 പ്ലസ് 30,000 ആണ്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലാസ്റ്റിലേക്കുള്ള ഒരു അവസ്ഥയൊക്കെ ആകുമ്പോൾ ഇക്വേഷൻ മാറും. എ മൈനസ് ബി മൈനസ് സി മൈനസ് ഇ ആണെന്നുള്ള ഇക്വേഷൻ നേരെ പ്ലസ് ഡി എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി വന്നു. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ക്ലോസിംഗ് ബാലൻസ് പറയുന്നത് 30,000 ആണ്. അപ്പോൾ ഈ 2000 മൈനസ് 2000 മൈനസ് 5,000 അതിൻ്റെ കൂടെ 30,000 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5,000 ആണ് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് കിട്ടുക. ഈ ടാക്സബിൾ എമൗണ്ടിൻ്റെ 30,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,500 ആണ്. അപ്പോൾ ഈ 30,000 നിന്ന് 1,500 ആണ് കുറയുക. അപ്പോൾ ഇതാണ് അവിടെ ഇങ്ങനത്തെ കേസിൽ പറയുമ്പോൾ ഇക്വേഷൻ മാറുക എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. മറ്റേതാവുമ്പം എ മൈനസ് ബി മൈനസ് സി മൈനസ് ഇ ആണ് ഇക്വേഷനെങ്കിൽ ഇവിടെ അതിനോട് പ്ലസ് ഡി എന്ന് പറഞ്ഞൊരു സാധനം, അതായത് ക്ലോസിംഗ് ബാലൻസ് എത്രയാണോ അതാണ്, അത് എക്സ്ട്രാ വരും. അത്രയേ ഇവിടെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ സംഭവം എത്രയാണ്, എല്ലാ വർഷവും ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലോസിംഗ് ബാലൻസ് നമ്മുടെ എത്രയാണോ അതിൽ നിന്ന് എന്തായാലും ഒരു ടാക്സ് വലിക്കും നമ്മൾ വിഡ്രോ ചെയ്തില്ലെങ്കിലും. അതിന് മുകളിലൊന്നുമില്ല, അത്ര തന്നെ. നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ ടി ഡി എസ് ടാക്സ് അതൊക്കെ ബേസായിട്ട് നമുക്ക് ഡൗട്ടോ കാര്യങ്ങളോ നമ്മുടെ പോയതിൻ്റെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ബാലൻസിൽ മൈ ട്രാൻസാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടി ഡി എസ് എന്ന് കാണാം. അതിലെടുത്ത് നോക്കിയാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകാനും സാധ്യതയുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണല്ലോ, അപ്പോൾ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം ചിലതൊക്കെ അങ്ങനെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ അത് ആ ഒരു ഭാഗം മാത്രമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിത് ചെയ്യണമെന്ന് അങ്ങനെ ഇതാക്കി പറയൊന്നുമില്ല, പഴയമാതിരിയല്ല. കാരണം Dream11 ഇപ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്ത പൈസ വെച്ച് ഇങ്ങനെ ഇതൊന്നും കളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഫാൻറ്റസി ആപ്പാണ്, ഫാൻറ്റസി പ്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വേണം. അതൊക്കെ കണ്ട് കളിക്കുക. പൈസ പോവും ഇല്ല, ഇതെനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് ആടി കയറി കളിക്കുമ്പോഴായിരിക്കും, കൂടുതൽ പൈസ ഇടുമ്പോഴായിരിക്കും പൈസ പോവുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും കളിക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കൊരു കമൻറ്റ് വന്നു, അതിൻ്റെ കാരണത്താലാണ് ഞാൻ വന്നത്. സോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ